നമസ്കാരം. മലയാളം ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് മലയാള പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ വർഷം വരെ സ്കൂൾ കുട്ടികൾ അവരുടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സെക്ഷനാണ്. ആദ്യത്തെ ക്ലാസ്സിൽ ലക്ഷ്മണ സാന്ത്വനം എന്ന ഒരു മികച്ച പാഠത്തെക്കുറിച്ച് കേരള PSC 24ലധികം ചോദ്യങ്ങൾ കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ ചോദിച്ച ലക്ഷ്മണ സാന്ത്വനം എന്ന ഒരു പാഠഭാഗത്തെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്ത കുട്ടികൾ മസ്റ്റ് ആയിട്ട് ആ ക്ലാസ് ഒന്ന് കാണുക. ഇത് കഴിഞ്ഞ് ഇന്ന് നമുക്ക് ആ ഒരു ഭാഗത്തെ, അതായത് കേരള പാഠാവലിയിലെ ഭാഗം 1-ലെ മറ്റ് പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി പ്രധാനമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നോക്കേണ്ടത്. മറ്റ് മുഖവരകളൊന്നുമില്ലാതെ തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇതിൽ ആദ്യം പറയുന്നത് ഋതുയോഗം എന്ന ഒരു പാഠഭാഗത്തെ കുറിച്ചാണ്. ഈ ഋതുയോഗം കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെ അടിസ്ഥാനമാക്കി ഉള്ള ഒരു ബുക്കാണ്, ഒരു പാഠഭാഗമാണ്. അതായത് അഭിജ്ഞാന ശാകുന്തളം എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകൾ ഒന്നാണ്. കാളിദാസന്റെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകൾ ഒന്നാണ് അഭിജ്ഞാന ശാകുന്തളം. ഈ അഭിജ്ഞാനം എന്ന വാക്ക് പഠിച്ചു വെക്കണം. അഭിജ്ഞാനം, ഇതാണ് വാക്ക്. അഭിജ്ഞാനം. അഭിജ്ഞാനം എന്ന വാക്കിന് അടയാളം എന്നാണ് അർത്ഥം. എന്താ അർത്ഥം? അഭിജ്ഞാനം എന്ന വാക്കിന് അടയാളം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അടയാള ശാകുന്തളം എന്നൊക്കെ വിളിക്കാറുണ്ട്. അടയാള ശാകുന്തളം എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അഭിജ്ഞാന ശാകുന്തളം, ഈ അഭിജ്ഞാന ശാകുന്തളത്തെ ആസ്പദമാക്കി മലയാള ശാകുന്തളം എന്ന പേരിൽ, മലയാള ശാകുന്തളം എന്ന പേരിൽ കേട്ടോ, മലയാള ശാകുന്തളം എന്ന പേരിൽ AR രാജരാജവർമ്മ നൽകിയ വിവർത്തനമാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത്. AR രാജരാജവർമ്മ നൽകിയ വിവർത്തനം. ഹസ്തിനപുരിയിലെ രാജാവായ ദുഷ്യന്തന്റെ, ഇവിടെ ദുഷ്യന്തൻ എന്ന പദം എഴുതിയിരിക്കുന്ന ശ്രദ്ധിക്കുക. ദുഷ്യന്തൻ, ദുഷ്യന്തൻ, ദുഷ്യന്തനല്ല, ദുഷ്യന്തൻ. ദുഷ്യന്തൻ, ഇതാണ് പദം കേട്ടോ, ദുഷ്യന്തൻ. ഓക്കെ, ദുഷ്യന്തൻ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്ത ശകുന്തളയെ ദുർവാസാവിന്റെ ശാപത്താൽ മറക്കുന്നു. ഇന്ന് ശിഷ്യന്മാരോടൊപ്പം രാജധാനിയിലെത്തിയ ഗർഭിണിയായ ശകുന്തള അപമാനിതയായി തിരിച്ചയക്കപ്പെടുന്നു. പരിത്യക്തയായത് ഉപേക്ഷിക്കപ്പെട്ടത് അവൾ മാതാവായ മേനകയോടൊപ്പം കശ്യപാശ്രമത്തിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം ദേവാസുര യുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി ദുഷ്യന്തൻ കശ്യപാശ്രമത്തിലെത്തുന്നു. അതാണ് പാഠം. അപ്പൊ നമുക്കിവിടെ മറ്റു കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതായിട്ടില്ല. നമുക്കിവിടെ പ്രധാനമായി നോക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പര്യായ പദങ്ങള്, അർത്ഥങ്ങള് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഗാത്രം. ഗാത്രം എന്ന പദത്തിന് ശരീരം എന്നാണ് അർത്ഥം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്, അതായത് ലക്ഷ്മണ സാന്ത്വനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഈ ഗാത്രം എന്ന പദം നമ്മളിവിടെ കണ്ടിരുന്നു. കൂടുതലായും പഴയ കൃതികളിലൊക്കെ തന്നെ നമ്മൾ ഗാത്രം എന്ന പദമാണ് ശരീരത്തിന് ഉപയോഗിച്ച് കാണുക. ഗാത്രവും കായവും മേനിയും തനുവും ഒക്കെ എന്ത് തന്നെയാണ്? ശരീരം തന്നെയാണ്. ഓക്കെ അല്ലെ? അതാണ് പരകായം, അല്ലെ? മറ്റൊരു ശരീരം എന്നർത്ഥത്തിൽ പരകായ പ്രവേശം എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഈ എന്താണ് നമ്മുടെ ദിഗംബരന്റെ പ്രയോഗങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അതുപോലെ തന്നെ കായം എന്നതും ശരീരമാണ്. മേനി എന്നതിനും ശരീരം എന്നാണ് അർത്ഥം. തനു എന്നതിന് ശരീരം എന്നാണ് അർത്ഥം. ഇനി നോക്കിയേ, തരുമൂലഗ്രഹസ്ഥർ എന്ന പദം. തരുമൂലഗ്രഹസ്ഥർ, തരുമൂലഗ്രഹസ്ഥർ. തരു എന്ന വാക്കിന് വൃക്ഷം എന്നാണ് അർത്ഥം. തരു എന്ന പദത്തിന് വൃക്ഷം എന്നാണ് അർത്ഥം. ഓർക്കുക, തരു എന്ന വാക്കിന് വൃക്ഷം, വൃക്ഷം, വൃക്ഷം. വൃക്ഷവും വൃക്ഷവും ഉണ്ട്, രണ്ടും രണ്ട് പദമാണ്. വൃക്ഷം കാളയാണ്, വൃക്ഷം മരമാണ്. ഓക്കെ, തരുമൂലഗ്രഹസ്ഥർ എന്നാൽ വൃക്ഷമൂലമാകുന്ന ഗ്രഹങ്ങളിൽ വസിക്കുന്നവർ എന്നർത്ഥം. അപ്പൊ PSC എന്ത് ചെയ്യും? ഇത് ഘടകപദമാക്കാൻ ചോദിക്കും. തരുമൂലഗ്രഹസ്ഥർ എന്ന പദം ഘടകപദമാക്കുക. തരുമൂലഗ്രഹസ്ഥർ എന്ന പദം ഘടകപദമാക്കുക, അല്ലെ? അതായത് തരുമൂലം, അതായത് വൃക്ഷങ്ങൾ മുതലായവ, വൃക്ഷങ്ങൾ മുതലായവ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ മുതലായവയിൽ അതിന് സമാനമായ ഗ്രഹങ്ങളിൽ താമസിക്കുന്നവർ എന്നർത്ഥം. ഇനി അടുത്തത് താമ്പൂലരാഗം. താമ്പൂലരാഗം, ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, താമ്പൂലം എന്ന പദം. താമ്പൂലം എന്ന പദത്തിന് വെറ്റില എന്നാണ് അർത്ഥം. താമ്പൂലം എന്ന പദത്തിന് വെറ്റില എന്നാണ് അർത്ഥം. രാഗം എന്ന പദത്തിന് ഇവിടെ ചെമപ്പ് എന്നതാണ് അർത്ഥം. ചെമപ്പ്. ഓക്കെ അല്ലെ? അപ്പോ വെറ്റില താമ്പൂലമാണ്, രാഗം ചെമപ്പാണ്. അതിനെ രണ്ടിനെയും ഘടകപദമാക്കുമ്പോൾ താമ്പൂലം രാഗം, അല്ലെ? വെറ്റില കൊണ്ടുള്ള ചുവപ്പ്, അതായത് വെറ്റില മുറുക്കി ഉണ്ടാക്കുന്ന ചുവപ്പ് എന്നെടുക്കാം നമുക്ക്. കണ്ടോ, ഘടകപദങ്ങൾ ചോദിക്കുന്ന രീതി കണ്ടോ? താമ്പൂലം വെറ്റിലയാണ്, രാഗം ചെമപ്പാണ്. രാഗത്തിന് സ്നേഹം എന്നൊരർത്ഥമുണ്ട്.
രാഗം, അതുകൊണ്ടാണ് അനുരാഗം എന്ന പദം വരുന്നത്. അതുകൊണ്ട് എങ്കിലും ഓർത്തു വെക്കുക. ഒന്നുകൂടെ, രാഗം എന്ന പദത്തിന് എന്തർത്ഥമുണ്ട്? സ്നേഹം എന്നൊരർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ ഓർക്കേണ്ട കാര്യം, താമ്പൂല രാഗം എന്ന് പറയുന്നത് വെറ്റില മുറുക്കി ഉണ്ടാക്കുന്ന ചോപ്പ് എന്ന് പറയാം നമുക്ക്. ഓക്കെ അല്ലെ? ഇനി ദലം എന്ന പദത്തിന്, ദലമെന്നോ ദളമെന്നോ പഠിക്കുക. ദളം എന്ന വാക്കിന് അല്ലെങ്കിൽ ദലം എന്ന വാക്കിന് ഇതൾ എന്നർത്ഥം. അതാണ് ദലമർമരങ്ങൾ എന്ന പദം ഓർത്തിരിക്കേണ്ടത്. ഇനി പുരുസൗധം എന്നാണ്. സൗധം എന്ന വാക്കിന് മാളിക എന്നാണ് അർത്ഥം. പുരുസൗധം എന്നാൽ വലിയ മാളിക എന്നർത്ഥം. സൗധം എന്ന വാക്കിന് മാളിക എന്നർത്ഥം. സൗധം എഴുതേണ്ടതാകണ്ടല്ലോ. സൗധം എന്ന വാക്കിന് എന്താണ്? മാളിക എന്നാണ് അർത്ഥം. പുരുസൗധം എന്നാൽ വലിയ മാളിക എന്നർത്ഥം. ഇനി പുരുവംശോദ്ഭവൻ, ഇത് ഘടകപദമാക്കാൻ PS ചോദിക്കുന്ന ഒരു പദമാണ്. പുരുവംശോദ്ഭവൻ പ്രീവിയസ് ചോദ്യമാണ്. പുരുവംശോദ്ഭവൻ എന്നാൽ പുരുവംശത്തിൽ ഉദ്ഭവിച്ചവൻ എന്നർത്ഥം. എന്ന് വെച്ചാൽ പുരുവംശത്തിൽ ജനിച്ചവൻ എന്ന് തന്നെ. ഓക്കെ അല്ലെ? പുരുവംശത്തിൽ ജനിച്ചവനാണ് പുരുവംശോദ്ഭവൻ. ഒന്നുകൂടെ, പുരുവംശത്തിൽ ജനിച്ചവൻ പുരുവംശോദ്ഭവൻ. ഓക്കെ അല്ലെ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത പദം ബിംബോഷ്ടം. ഓക്കെ, ഓർത്തു വെക്കുക. ബിംബോഷ്ടം. ബിംബോഷ്ടം എന്ന് കഴിഞ്ഞാൽ ഓഷ്ടം എന്ന പദത്തിന് ചുണ്ട് എന്നർത്ഥം. ഓഷ്ടം, ഓഷ്ടം, ഓഷ്ടം എന്ന പദത്തിന് ചുണ്ട് എന്നാണ് അർത്ഥം. ഓഷ്ടം എന്ന പദത്തിന് ചുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ബിംബോഷ്ടം എന്ന് കഴിഞ്ഞാൽ തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ട് എന്നർത്ഥം. കണ്ടോ, എന്തെല്ലാം വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു ഭാഗത്ത്. നമ്മൾ പറയുന്നു ഈ ഭാഗങ്ങളൊക്കെ എവിടുന്ന് PS ചോദിക്കുന്നു എന്ന് അറിയില്ല എന്ന്. കണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം ഉണ്ട്. കണ്ടോ, അപ്പൊ ബിംബോഷ്ടം തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ട. ഇനി വൃഷം എന്ന വാക്കിന് നല്ല പോലെ എന്നർത്ഥം. വൃഷം എന്ന വാക്കിന് നല്ല പോലെ എന്നർത്ഥം. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ് കാണുന്ന കുട്ടികൾ കഴിയുകയാണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇതിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ബുക്ക് കൂടെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് റെഫർ ചെയ്തോളാം. ഓക്കെ, ഈ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം ആ വാക്കുകളും കൂടെ ഒക്കെ ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിലും കാണും. അതുപോലെ തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നോക്കിയ അടുത്ത പദം മഹസഞ്ചയം. മഹസഞ്ചയം. മഹസഞ്ചയം എന്നാൽ ഇവിടെ 12 ആദിത്യന്മാർ എന്നാണ് അർത്ഥം. മഹസഞ്ചയം എന്ന് കഴിഞ്ഞാൽ 12 ആദിത്യന്മാർ എന്നർത്ഥം. ശ്രേഷ്ഠന്മാർ എന്നർത്ഥത്തിലാട്ടോ. രാഗം, കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ രാഗം എന്ന പദം ചുവപ്പ് എന്നർത്ഥം. രാഗം എന്ന പദത്തിന് ചുവപ്പ് എന്നർത്ഥം. ഇനി വസനദ്വയം. വസനദ്വയം. ഓർക്കുക, വസനം എന്ന പദത്തിന്, വസനം എന്ന പദത്തിന് ഇവിടെ വസ്ത്രം എന്നാണ് അർത്ഥം. വസനം എന്ന പദത്തിന് അർത്ഥം എന്താ? വസ്ത്രം എന്നാണ്. ദ്വയം 2 എന്നർത്ഥം. അപ്പോൾ 2 വസ്ത്രം എന്നർത്ഥം. വസനദ്വയം എന്താണ്? 2 വസ്ത്രം. ഇനി വിയോഗ ദീക്ഷ. വിയോഗ ദീക്ഷ. വിയോഗ ദീക്ഷ. ദീക്ഷ എന്ന പദത്തിന് വ്രതം എന്നാണ് അർത്ഥം. ദീക്ഷ എന്നാൽ വ്രതം. അപ്പൊ വിയോഗ ദീക്ഷ, വിയോഗ വ്രതം, വിയോഗ വ്രതം. ഓക്കെ അല്ലെ? ഇനി അടുത്തതാ നോക്കിയേ, സമ്മോഹം. സമ്മോഹം. സമ്മോഹം എന്നാൽ നമ്മൾ കരുതുന്നത് എന്താണ്? മോഹത്തോടുകൂടെ എന്ന അല്ലെ? സമ്മോഹം. കാരണം സാ വരുമ്പോൾ പോസിറ്റീവ് ആണ്, അത് കൂടെ എന്ന അർത്ഥത്തിൽ എടുക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ സമ്മോഹം എന്നത് അജ്ഞാനമാണ്. സമ്മോഹം ജ്ഞാനം. സമ്മോഹം അജ്ഞാനം. സർവദമനൻ എന്ന പദം പറയുന്നുണ്ട്. സർവദമനൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശകുന്തളയുടെയും അതുപോലെ തന്നെ ദുഷ്യന്തന്റെയും മകനാണ് സർവദമനൻ. ആ സർവദമനനെ ആ സർവദമനൻ എന്ന പദം വരുന്നത് സർവത്തെയും ദമനം ചെയ്യുന്നവൻ. സർവത്തെയും ദമനം ചെയ്യുന്നവൻ എന്നാൽ അടക്കുന്നവൻ. സർവത്തെയും അടക്കാൻ, എല്ലാറ്റിനെയും അടക്കി നിർത്താൻ കഴിവുള്ളവൻ എന്നർത്ഥത്തിലാണ് പദം പ്രയോഗിക്കുന്നത്. ഇനി ഹവ്യവാഹകൻ. ഹവ്യവാഹകൻ നീ ഹവിസിനെ കൊണ്ടുപോകുന്നവൻ. അതായത് ഹവിസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ദേവന്മാരുടെ ഭോജനമാണ് ഹവിസ്. ഈ സന്യാസിമാർ പൂജ ചെയ്യുന്ന സമയത്ത് അതിനകത്തുനിന്നുണ്ടാകുന്ന ഈ ഒരു അവർക്ക് വേണ്ട ഭോജനം എന്ന് പറയാം നമുക്ക്, അല്ലെ? അവർക്ക് വേണ്ടി ഭോജനം, ദേവന്മാർക്ക് വേണ്ടി ഭോജനം ഈ ഹോമങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. യാഗങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അതായത് ആ യാഗകുണ്ഡത്തിൽ അഗ്നിയുടെ മേളില്, അഗ്നിയുടെ നാവ് പോലത്തെ മേളിൽ ഒരു ഫ്ലെയിം, ഒരു നീല കളർ ഒരു ഇത് കാണത്തില്ലേ, അത് നാവെന്നാ പറയാം. അതിനാണ് എന്ത് ചെയ്യുന്നത്? ദേവന്മാർക്ക് അത് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഹവിസിനെ കൊണ്ടുപോകുന്നവൻ എന്ന അർത്ഥത്തിൽ അഗ്നി എന്ന പ്രയോഗത്തിൽ അത് എടുക്കുക. ഓക്കെ, പാഠഭാഗം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ രണ്ടാമത്തേത് പ്രിയദർശനമാണ്. രണ്ടാമത്തെ പാഠമാണ് പ്രിയദർശനം. നമ്മൾ ഈ കഴിഞ്ഞ പരീക്ഷയിൽ, പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ ടൈം കീപ്പർ എക്സാമിന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്:
അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. എന്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെ ഞാനിത് സ്ഥിരമായി എന്റെ ക്ലാസ്സുകളിൽ കൊടുക്കുന്ന ഒരു വരിയാണ്. എന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെ എന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ക്ലാസ്സുകളിൽ ഞാൻ ഉറപ്പായും ഈ വരികൾ കൊടുക്കാറുണ്ട്. അപ്പൊ അത്രയേറെ പ്രാധാന്യമുള്ള ഈ വരി, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന ഈ വരി കുമാരനാശാന്റെ തള്ളിയിലാണ്. ഇത് പണ്ട് മുതൽക്കേ നമ്മൾ കേട്ട് ശീലിച്ച ഒരു വരിയാണ്. അതുകൊണ്ട് ആർക്കും പ്രയാസം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഈ ഭാഗം കണക്ട് ചെയ്തുകൊണ്ടാണ് പ്രിയദർശനം എന്ന പാഠഭാഗം ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഭാഗമാണിത്. നളിനി ഇവിടെ ഈ ഭാഗത്ത് കാണാം, നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലെ? സ്ക്രീന് വേറെ ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. കണ്ടോ? വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഭാഗമാണ്. നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു. പിന്നെ അവരുടെ കഥയും ഒക്കെ തന്നെ അതിന്റെ അകത്ത് പറഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷം അവരൊരു പൊയ്കയിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. ഇവിടെ സന്യാസിനി എന്ന പദം നിങ്ങൾക്ക് കാണാം. ആ സന്യാസിനി എന്ന പദത്തിന്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സന്യാസിനി എഴുതുന്നത് ഇങ്ങനെയാണ്: സന്യാസി അല്ലെങ്കിൽ സന്യാസിനി. നാക്ക് ഇരട്ടിപ്പ് വേണം. സന്യാസി എന്ന പദത്തിലെ നാക്ക് ഇരട്ടിപ്പ് വേണം. അത് മസ്റ്റാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു വരിയാണ് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നുള്ളത്. ഈ ഭാഗത്ത് മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ പൊതുവെ എന്റെ ക്ലാസ്സുകളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ധന്യമാക്കും അമലേ എന്ന പദം. ധന്യമാക്കും അമലേ. ഈ പദം പിരിച്ചെഴുതാനായിട്ട് ചോദിക്കാം. ഈ പദം പിരിച്ചെഴുതുന്ന സമയത്ത് ധന്യം പ്ലസ് ആക്കും പ്ലസ് അമലേ എന്നെടുക്കാം. ഓക്കെ, ഒന്നുകൂടെ ധന്യം പ്ലസ് ആക്കും പ്ലസ് അമലേ എന്നെടുക്കാം. ധന്യമാക്കും അമലേ. ഇനി അമലേ ആ പദത്തെയും പിരിക്കാം. തൽക്കാലം നമുക്കിത് മതി. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സാധാരണ ഇതിലൊരു കുഞ്ഞു പൊടിക്കൈയൊക്കെ പറഞ്ഞുതരും അല്ലെ? അതായത് മാ എന്ന ശബ്ദം വന്നാൽ എങ്ങനെ പിരിക്കണം എന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ ഞാൻ പറയാറുണ്ട്. അത് ഞാൻ മുന്നോട്ട് പോകുന്ന സെക്ഷനുകളിലൊക്കെ തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നില്ല. ഇനി ഈ ഭാഗത്ത് ശ്രദ്ധിച്ചേ. സെയിം കവിതയിൽ നോക്കിയ സെയിം പാഠഭാഗത്ത് ഈ രണ്ട് വരികളും ഒരുമിച്ച് തന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെയും അതുപോലെ തന്നെ ശിഷ്യനായ കുമാരനാശാന്റെ ഒരേ പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാനായിട്ട് കഴിയും. നോക്കിയേ, വരി ഇങ്ങനെയാണ്. ആദ്യത്തെ നമ്മൾ പറഞ്ഞ വരി നമ്മുടെ വരി അന്യജീവനുതകി സുജീവിതം ധന്യമാക്കുമലേ വിവേകികൾ എന്നാണ്. അതിന് സമാനമായി തന്നെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അതായത് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് സ്വജീവിതം ധന്യമാക്കാൻ കുമാരനാശാൻ പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവും അത് തന്നെ പറയുന്നുണ്ട് അല്ലെ? നമ്മൾ നമ്മുടെ ആത്മസുഖത്തിന് ആചരിക്കുന്നവയൊക്കെ തന്നെ അവരന്റെ സുഖത്തിനായി വരയണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയേ, രണ്ടും തമ്മിൽ എന്തുമാത്രം കണക്റ്റഡ് ആണെന്ന് ഇപ്പൊ ഇതും ചോദിക്കും. ഈ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ പിരിച്ചെഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ പിരിച്ചെഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അത് പിരിച്ചെഴുതുന്ന സമയത്ത് അതെങ്ങനെയാണ് വരുന്നത് എന്നോടൊന്ന് പറഞ്ഞു പോകാം. മറ്റതിന്റെ വശങ്ങളിലേക്ക് ഇപ്പൊ വരുന്നില്ല. അവനവന് രണ്ടിതില് അവന് എന്ന് കൊടുക്കാം. അവനവനു. ഓക്കെ, അല്ലെങ്കിൽ അവനവന് എന്നെടുക്കാം അല്ലെ? അവനവന് ആത്മസുഖത്തിന് അവനവന് ആത്മസുഖത്തിന് സുഖത്തിന് പ്ലസ് ആചരിക്കുന്നവ. ഇങ്ങനെയാണ് PSC എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവനവന് പ്ലസ് ആത്മ പ്ലസ് സുഖത്തിന്. ഇവിടെ ഒരു പ്ലസ് ഇട്ടാലും തെറ്റില്ല കേട്ടോ. ആത്മ പ്ലസ് സുഖത്തിന് ആചരിക്കുന്നവ. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ അവനവനു ഇട്ടാലും ഇട്ടാലും കുഴപ്പമില്ല. ഈ രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് കുറച്ച് പര്യായ പദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പര്യായ പദങ്ങൾ, അർത്ഥങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. നമുക്ക് നോക്കി വരാം. എന്നത് അഖിലം എന്നാണ്. ഈ കവിത തുടങ്ങുന്നത് കഷ്ടകാലം അഖിലം കഴിഞ്ഞു എന്നാണ് ഈ ഒരു ഭാഗം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അഖിലം എന്ന പദം തന്നെ ആദ്യം പറയുന്നത്. അഖിലം എന്ന വാക്കിന് എല്ലാം എന്നാണ് അർത്ഥം. അഖിലം എന്ന വാക്കിന് എല്ലാം എന്നർത്ഥം. എന്നാൽ അമല എന്ന വാക്ക് കാണാം നമുക്ക് തൊട്ടടുത്ത്. അമല എന്ന വാക്കിന് പരിശുദ്ധ എന്നാണ് അർത്ഥം. അമല എന്ന വാക്കിന് അർത്ഥം എന്താ? പരിശുദ്ധ. അമല എന്ന വാക്കിന് അർത്ഥം എന്താ? പരിശുദ്ധ. ഓക്കെ അല്ലെ? അമല പരിശുദ്ധയാണ് എങ്കിൽ അർത്ഥി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാചിക്കുന്നയാൾ. ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാചിക്കുന്നയാൾ എന്ന് പറയാം. അത് രണ്ട് രീതിയിലാണ് എടുക്കുക. നമ്മളൊരു കാര്യത്തോട് തീവ്രമായ ആഗ്രഹത്തോടെ ഇരിക്കുകയാണെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ആളെന്ന്.
ആവശ്യമായിട്ട് പോകുന്നതാണെങ്കിൽ യാചിക്കുന്നത് എന്ന് പറയാം നമുക്ക്. ഇവിടെ നിന്നാണ് വിദ്യാർത്ഥി എന്ന പദം വരിക. വിദ്യാർത്ഥി, കേട്ടോ, വിദ്യാർത്ഥി. വിദ്യാർത്ഥി എന്നതിലെ അർത്ഥി എന്ന പദത്തിനും അത് തന്നെയാണ് അർത്ഥം. അർത്ഥിക്കുക, വിദ്യാർത്ഥി അല്ലെ, വിദ്യ അർത്ഥിക്കുന്നവൻ എന്നർത്ഥം. വിദ്യ അർത്ഥിക്കുന്നവൻ, വിദ്യ ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ആ ഒരു പദം പ്രയോഗിക്കുക, കേട്ടോ. സെറ്റ് അല്ലേ? മുന്നോട്ട് പോട്ടെ. ഇനി അയേ എന്ന പദം, അയേ എന്ന പദം അല്ലയോ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. അയ്യൊക്കെ ചോദിക്കാൻ ചാൻസ് കുറവാണ്, എങ്കിലും പദം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത് നോക്കിയേ, ആഭ. ആഭ ഇത് ചോദിക്കും. ആഭ എന്ന വാക്കിന് ശോഭ എന്നർത്ഥം. ആഭയും ശോഭയും ഒളിയും ഒക്കെ ഒരേ രീതിയിൽ പറയുന്നതാണ്. ഒളി, ഒളി, ഒളി ഇവയും നമുക്ക് പറയാം. ഓക്കെ. എന്നാൽ ഒലി എന്ന വാക്കിന് ശബ്ദം എന്നാട്ടോ അർത്ഥം. ഒലി എന്ന വാക്കിന് ശബ്ദം എന്നാണ് അർത്ഥം. ഓക്കെ. എന്നാൽ അടുത്തത് ആസ്തയാൽ. ആസ്തയാൽ, ആസ്തയാൽ എന്നാൽ ആഗ്രഹത്താൽ എന്നർത്ഥം. ആസ്തയാൽ, ആഗ്രഹത്താൽ. ഇനി അടുത്ത പദം ഇണ്ടൽ. ഇണ്ടൽ, ഇണ്ടൽ വേണ്ട സഖി എന്നാണ്. ഇണ്ടൽ, ഇണ്ടൽ എന്ന വാക്കിന് ദുഃഖം എന്നർത്ഥം. ഇണ്ടൽ എന്ന വാക്കിന് അർത്ഥം എന്താ? ദുഃഖം എന്നാണ്. ഇണ്ടൽ വേണ്ട എന്നാ, ഇണ്ടൽ എന്ന് വെച്ചാൽ ദുഃഖം എന്നർത്ഥമാണ്. ഓക്കെ. അപ്പൊ ഇണ്ടൽ വേണ്ട എന്ന് പറയുമ്പോൾ ദുഃഖം വേണ്ട എന്നർത്ഥം. ഓക്കെ. ഇനി നിജ കർമ്മനീതരായി, കണ്ടോ, നിജ കർമ്മനീതരായി, അതായത് അവരവരുടെ കർമ്മങ്ങളാൽ നയിക്കപ്പെട്ട എന്നർത്ഥം. നിജ കർമ്മങ്ങളാൽ നീതരായി, അവരവരുടെ കർമ്മങ്ങളാൽ നയിക്കപ്പെട്ട എന്നർത്ഥം. ഇനി അടുത്ത പദം ചാരു. ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പദമാണ്. ചാരു എന്ന വാക്കിനർത്ഥം ഭംഗി എന്നാണ് അർത്ഥം. ചാരു എന്ന വാക്കിന് ഭംഗി എന്നാണ് അർത്ഥം. എന്നാൽ ചിരം എന്ന വാക്കിന് വളരെ എന്നർത്ഥം, ഏറെ. ചിരത്തിന്റെ വിപരീത പദം PSC ചോദിക്കാറുണ്ട്. ചിരം വിപരീതം അചിരം. ചിരം വിപരീതം എന്താ? അചിരം എന്നാണ്. ചിരം വിപരീതം അചിരം. ഇനി കന്നി എന്ന പദം കാണാം നമുക്ക്. ഞാൻ തീരെ കാര്യങ്ങൾ പറയുന്നില്ല, തീരെ റിപ്പീറ്റ് ചെയ്തിട്ട് ചളവാക്കുന്നില്ല, അങ്ങനെ തന്നെ പറയണം. കാരണം പലപ്പോഴും റിപ്പീറ്റേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എങ്കിലും ഒരു തവണയെങ്കിലും പറഞ്ഞു പോകാതെ, ഒന്നുകൂടെയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പോകാതെ തരമില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, കേട്ടോ. ഓക്കെ. കന്നി എന്ന പദത്തിന് സുന്ദരി എന്നാണ് അർത്ഥം. കന്നി എന്ന പദത്തിന് അർത്ഥം എന്താ? സുന്ദരി എന്നാണ്. കന്നി, സുന്ദരി എന്നർത്ഥം. ഇനി ദിഷ്ടം എന്ന പദത്തിന് ഭാഗ്യം എന്നാണ് അർത്ഥം. ദിഷ്ടം എന്ന പദത്തിന് ഭാഗ്യം എന്നാണ് അർത്ഥം. ദിഷ്ടം, ഭാഗ്യം. കന്നി, സുന്ദരി. പരിപാടലം എന്ന പദം നോക്കിയേ. പരിപാടലം, പരിപാടലം എന്നാൽ ആകെ ചുവപ്പായത് എന്നർത്ഥം. പാടലം, ചുവപ്പായത. പരിപാടലം, ആകെ ചുവപ്പായത. ഇനി പാരം എന്ന വാക്കിന് ഏറ്റം അല്ലെങ്കിൽ എല്ലാം എന്നർത്ഥം. പാരം, ഏറ്റം എന്നർത്ഥം. ഇനി ഭവൽ പദം. ഭവൽ പദം എന്നാൽ ഇവിടെ അങ്ങയുടെ സന്നിധി എന്നർത്ഥം. ഭവൽ, അതായത് നളിനി ആരോട്, ദിവാകരനോട് പറയുന്നത് കൊണ്ടാണ് ഭവൽ പദമൊക്കെ അങ്ങനെ നമ്മൾ അർത്ഥം എടുക്കുന്നതാണ്. അപ്പൊ ഇത് ദർശനത്തിനകത്ത് നിന്ന് ഈ ഭാഗമൊക്കെ ഒന്ന് നോക്കി വെക്കുക. എന്നാൽ ഇത് കഴിഞ്ഞ് നമുക്ക് കാണേണ്ടത് കടൽ തീരത്തെന്ന OV വിജയന്റെ നോവലാണ്. OV വിജയൻ. നമുക്കറിയാം, നമ്മൾ കൊച്ചു ക്ലാസ് മുതലേ ഈ ഇരിക്കുന്ന എന്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ കുട്ടികൾക്കും പരിചയമുള്ള ഒരു കഥാപാത്രമാണത് വെള്ളായിയപ്പൻ. അപ്പൊ എന്തുകൊണ്ടാണ് PSC വെള്ളായിയപ്പന്റെ പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാ. കാരണം സ്കൂളിൽ അത് പഠിക്കുന്നുണ്ട്. വെള്ളായിയപ്പൻ, വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു എന്ന് തുടങ്ങുന്ന കടൽ തീരത്തെന്ന ചെറുകഥ. ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ഇത്രമേൽ മനോഹരമായ ചെറുകഥകൾ ഉണ്ടാകുന്നത് അതിനുശേഷം ആകാം എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അതുവരെ ഹൃദയസ്പർശിയായ ചെറുകഥകൾ വന്നിട്ടുണ്ടോ? ഇല്ല എന്നല്ല എന്റെ പോയിന്റ്. എങ്കിലും ഇത്രയേറെ തീവ്രമായി വികാരങ്ങളെ ചിത്രീകരിച്ച മറ്റൊരു ചെറുകഥ അക്കാലത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന വികാരങ്ങളെ ചിത്രീകരിക്കുന്ന വാക്കുകളിലല്ല, മൗനങ്ങളിലാണ്. മൗനങ്ങൾക്കപ്പുറത്തുള്ള അർത്ഥതലങ്ങളൊക്കെ തന്നെ കാണിച്ചു തന്ന മനോഹരമായ ഒരു കഥയാണ് ഈ പറയുന്ന വെള്ളായിയപ്പന്റെ കടൽ തീരത്ത്. വെള്ളായിയപ്പന്റെ മകനായ കണ്ടുണ്ണിയുമാണ് കഥാപാത്രങ്ങൾ. വെള്ളായിയപ്പന്റെ മകനായ കണ്ടുണ്ണിയും കഥാപാത്രങ്ങൾ. ക്ലിയർ അല്ലെ? മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ കുറച്ച് അർത്ഥങ്ങൾ, പദങ്ങൾ നമുക്ക് പറയണം. നോക്കി, അതിൽ ആദ്യത്തേത് അന്താളിപ്പ് എന്നാണ്. അന്താളിപ്പ് എന്നതിന് പരിഭ്രമം എന്നോ അമ്പരപ്പെന്നോ എടുക്കാം. അന്താളിപ്പ് എന്നത് പരിഭ്രമമെന്നോ അമ്പരപ്പ് എന്നോ എടുക്കാൻ പറ്റുന്ന ഒരു പദമാണ്. ഇനി ഓതം എന്ന പദം, ഇത് കൊള്ളാവുന്ന ഒരു പദമാണ്, ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പദമാണ്. ഓതം എന്ന വാക്കിന് ഈർപ്പം അഥവാ നനവ് എന്നാണ് അർത്ഥം. ഓതം എന്ന വാക്കിന് ഈർപ്പം അഥവാ നനവ് എന്നർത്ഥം. ഓക്കെ അല്ലെ? ഇനി കവാത്ത് എന്നത്, പണ്ടുകാലത്ത് കവാത്ത് എന്നത് സൈനിക പരിശീലനത്തെ പറയാണ്.
അല്ലെ? അതായത് സാധാരണ ഒരു ശൈലി പറയും, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കവാത്തടിച്ച് നടന്നു എന്നുള്ളത്. ഈ സൈനികർ പരിശീലനം ചെയ്യത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാർച്ച് ചെയ്ത് പോകുമ്പോലെ, അല്ലെ? അവർ സത്യത്തിൽ മറ്റൊന്നുമല്ല, അവരവരുടെ ഡെയിലി എക്സസൈസിന്, ഡെയിലി വർക്കൗട്ടിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഡെയിലി പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുകയാണ്. പൊതുവെ ഇത് ആയിട്ടൊരു ബന്ധമില്ലാത്ത ഒരാൾ കാണുമ്പോൾ വിവാദം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു എന്നല്ലേ തോന്നുള്ളൂ. ഇത് തന്നെയാണ് കവാത്ത് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. കവാത്ത് എന്നത് സൈനിക പരിശീലനം എന്നാണ് അർത്ഥം വരുന്നത്. ഇനി കോന്തല എന്നത് വസ്ത്രത്തിന്റെ 4 മൂലകളിൽ ഒന്നാണ്. അതായത് ഒരു വസ്ത്രത്തിന്റെ നമ്മളൊരു മുണ്ടെടുത്ത് കഴിഞ്ഞാൽ, തോർത്ത് മുണ്ടെടുത്ത് കഴിഞ്ഞാൽ അതിന് 4 അഗ്രങ്ങളുണ്ടാകും, 4 അറ്റങ്ങളുണ്ടാകും. അതിലൊരറ്റത്തെയാണ് എന്താണ് കോന്തല എന്ന് പറയുന്നത്. ഇനി ഞാത്തി എന്ന പദം, അതായത് ഇതിനകത്ത് ഞാത്തുക എന്നൊരു പദമുണ്ട്. ഞാത്തി, അതായത് തന്റെ കയ്യിൽ കിട്ടുന്ന, അല്ലെങ്കിൽ തന്റെ കയ്യിലേക്ക് വന്ന ഒരു വസ്തു ഞാത്തി എന്ന് പറയുന്നത്. ഞാത്തുക എന്ന് പറയുന്നത് തൂക്കിയിടുക എന്നുള്ളതാണ്. ഞാത്തുക, തൂക്കിയിടുക. നിജം വരുത്തുക, നിജം എന്നതിന് തീർച്ച എന്നർത്ഥുക, തീർച്ച എന്നാണ് അർത്ഥം. അപ്പൊ നിജം വരുത്തി, തീർച്ചപ്പെടുത്തി. ഇനി നെടുവരമ്പ, നെടുവരമ്പ നീളമുള്ള വരമ്പ, നെടുവരമ്പ നീളമുള്ള വരമ്പ. അവിടെ ഓർക്കുക, നെടിയ എന്ന പദത്തിന്റെ വിപരീതമാണ് കുറിയ. ഓക്കെ അല്ലെ? കൊറിയ എന്നല്ല കേട്ടോ, നെടിയത് നീളമുള്ളത്, കുറിയത് ഷോർട്ടായത്, അല്ലെ, ചെറുത്. അപ്പൊ നെടിയ എന്നതിന്റെ വിപരീത പദമാണ് കുറിയ. ഇനി പാതയം എന്ന പദത്തിന് വഴിച്ചോറ് എന്നാണ് അർത്ഥം. പാതയം എന്ന വാക്കിന് അർത്ഥം എന്താ? വഴിച്ചോറ്. ഒന്നുകൂടെ, പാതയം എന്ന വാക്കിന് അർത്ഥം എന്താ? വഴിച്ചോറ്. ഇനി അതിലൊരു പ്രാദേശിക ഭാഷയായ വഷി കൊടുപ്പുണ്ട്. വഷി എന്നുള്ളത് വഴി എന്ന അർത്ഥം. വലിയ സീനില്ല. വഴിക്ക് പാത എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ എടുക്കുന്ന പദമാണ്. ഇനി വെങ്ങുക എന്ന പദത്തിന് വെങ്ങുക, ഇവിടെ വെങ്ങുക പോകുക അല്ലെങ്കിൽ അടുക്കുക എന്നർത്ഥം, വെങ്ങുക. ഓക്കെ അല്ലെ? ഇനി ശ്രദ്ധാഞ്ജലി, ശ്രദ്ധാഞ്ജലി ബഹുമാനപൂർവമുള്ള തൊഴുകൈ. ഇവിടെ ഓർക്കുക, അഞ്ജലി എന്ന പദത്തിന് കൂപ്പുകൈ എന്നാണ് അർത്ഥം. അഞ്ജലി എന്ന പദത്തിന് കൂപ്പുകൈ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ശ്രദ്ധാഞ്ജലി എന്ന ബഹുമാനപൂർവമുള്ള കൂപ്പുകൈ എന്നർത്ഥം. ഓക്കെ അല്ലെ? ഇനി സാന്ത്വനം, സാന്ത്വനം, സാന്ത്വനം എന്നാൽ സമാശ്വസിപ്പിക്കൽ, ആശ്വസിപ്പിക്കുക. സ്ഥായി, സ്ഥായി, സ്ഥായി നിലനിൽക്കുന്നത്, സ്ഥായി നിലനിൽക്കുന്നത്. ക്ലിയർ അല്ലെ? ഇവ കടൽ തീരത്ത് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രധാനമായി നമുക്ക് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ആദ്യ ഭാഗത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന എന്താണ് ഋതുയോഗമാകട്ടെ, അത് കഴിഞ്ഞ് വന്ന നളിനിയാകട്ടെ, കടൽ തീരത്താവട്ടെ, ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമാണ്. ഓക്കെ, കാരണം ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്, അതായത് പാർട്ട് 1-നകത്താണ്, അതായത് കേരള പാഠാവലിയിലെ പാർട്ട് 1, അതിന്റെ പാർട്ട് 2 ഉണ്ട്. അതിനകത്താണ് യുദ്ധത്തിന്റെ പരിണാമവും അതുപോലെ തന്നെ പ്രലോഭനം പോലെയൊക്കെയുള്ള ചാപ്റ്ററുകൾ വരുന്നത്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാനുള്ളതാണ്. ഇവിടെ എഴുത്തുകാരെ അറിയുക എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെയുണ്ട്. അവിടെ മലയാളത്തിലെ പ്രശസ്തയായ ലളിതാംബിക അന്തർജനം എന്ന എഴുത്തുകാരിയെ കുറിച്ച് കാണാം. ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വരാം. ലളിതാംബിക അന്തർജനം ജനിച്ചത് 1909-ലാണ്, മരണം 1987-ലാണ്. മലയാളത്തിലെ പ്രമുഖ കഥാകാരിയായിരുന്നു. കൊട്ടാരക്കരയിലെ കോട്ടവട്ടത്താണ് ജനനം. കൊട്ടാരക്കരയിലെ കോട്ടവട്ടത്താണ് ജനനം. കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാന നോവലാണ് അഗ്നിസാക്ഷി. ഈ അഗ്നിസാക്ഷിക്ക് 1977-ലെ പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ, അഗ്നിസാക്ഷിക്ക് 1977-ലെ പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇതേ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട് അഗ്നിസാക്ഷി. ഇനി അവരുടെ തന്നെ മറ്റൊരു കൃതിയാണ് മൂടുപടത്തിൽ. തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കാലത്തിന്റെ ഏടുകൾ, കണ്ണീരിന്റെ പുഞ്ചിരി, അഗ്നിപുഷ്പങ്ങൾ, സത്യത്തിന്റെ സ്വരം, വിശ്വരൂപം, ഇഷ്ടദേവത, വിശ്വരൂപം കണ്ടോ, വിശ്വരൂപം ഓർത്തു വെച്ചോണ്ട്, ഇഷ്ടദേവത, പവിത്രമോതിരം, ധീരേന്ദു മജുംദാരുടെ അമ്മ, അത് ചെറുകഥാസമാഹാരങ്ങളാണ് ഇവയൊക്കെ. ഓക്കെ, ധീരേന്ദു മജുംദാരുടെ അമ്മ. ഈ സെറ്റൊക്കെ മൂടുപടത്തിൽ, തകർന്ന തലമുറ, കിളിവാതിലൂടെ, കാലത്തിന്റെ ഏടുകൾ, കണ്ണീരിന്റെ പുഞ്ചിരി, അഗ്നിപുഷ്പങ്ങൾ, സത്യത്തിന്റെ സ്വരം, വിശ്വരൂപം, ഇഷ്ടദേവത, പവിത്രമോതിരം, ധീരേന്ദു മജുംദാരുടെ അമ്മ, ഇവയൊക്കെ തന്നെ ചെറുകഥാസമാഹാരങ്ങൾ. ഇനി ലളിതാഞ്ജലി, ഓണക്കാഴ്ച, ഭാവദീപ്തി, ആയിരത്തിരി എന്നീ കവിതാസമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാ? ലളിതാഞ്ജലി, ആദ്യ കവിതാസമാഹാരമാണ് ലളിതാഞ്ജലി. പഠിച്ചു വെച്ചോണേ, ആദ്യ കവിതാസമാഹാരമാണ് ലളിതാഞ്ജലി. അതൊരു പ്രീവിയസ് ചോദ്യമാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യ കവിതാസമാഹാരം ഏതാണ്? ലളിത കണക്ട് ചെയ്ത് വെച്ചോണം, ലളിതാഞ്ജലി. ഓക്കെ അല്ലെ? ഇനി ഓണക്കാഴ്ച കവിതാ സമാഹാരമാണ്.
ഭാവദീപ്തി കവിതാ സമാഹാരമാണ്. ആയിരത്തിരി കവിതാ സമാഹാരമാണ്. സീത മുതൽ സത്യവതി വരെ. ഇതേ അടുത്ത ചോദ്യം വന്നു, കണ്ടോ? സീത മുതൽ സത്യവതി വരെ ആരുടെ പഠനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതാംബിക അന്തർജനത്തിന്റെ പഠനമാണ്. സീത മുതൽ സത്യവതി വരെ. സീത മുതൽ സത്യവതി വരെ. സെറ്റ് അല്ലേ? നൈസ് അല്ലേ? ചുമ്മാ പഠിച്ചെടുക്കാൻ പറ്റില്ലേ? സന്തോഷം. മുന്നോട്ട് പോകുന്നു. അടുത്തത് കുമാരനാശാനെ കുറിച്ചാണ് അടുത്ത ഭാഗം. കാരണം നമ്മൾ നളിനിയല്ലായിരുന്നോ പറഞ്ഞത്, അതുകൊണ്ട് ആശാനെ കുറിച്ച്. 1873 അദ്ദേഹത്തിന്റെ ജനനം. 1873. 1873 മരണം. 1924. മുൻപ് അതായത് ഡിഗ്രി പ്രിലിംസില് അദ്ദേഹം ജനിച്ച വർഷവും മരിച്ച വർഷവും ചോദിച്ചിട്ടുണ്ട്. ജനിച്ച വർഷവും മരിച്ച വർഷവും ചോദിച്ചിട്ടുണ്ട്. സുഹൃത്ത് വയ്ക്കുക. 1873 ജനനം, 1924 മരണം. ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരാൾ. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിൽ ജനനം. കണ്ടോ? തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിൽ ജനനം. പരമ്പരാഗത കാവ്യശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ കവനചാതുരി എന്ന് പറയുമ്പോൾ രചനാ സാമർഥ്യം എന്ന് പറയാം നമുക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് മലയാള കവിതയിൽ പുതിയൊരു ഭാവുകത്വ പരിണാമത്തിന് തുടക്കം കുറിച്ച പ്രതിഭയാണ് കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിന്റെ അരിമ ശിഷ്യനായ കുമാരനാശാൻ SNDP യോഗം സെക്രട്ടറി എന്ന തരത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ? വിവേകോദയം മാസികയുടെ പത്രാധിപരുമായിരുന്നു അദ്ദേഹം. മലയാളത്തിന് പുറമെ സംസ്കൃതം, ബംഗാളി, ഇംഗ്ലീഷ് ഭാഷകളിലും പാണ്ഡിത്യം ഉണ്ടായിരുന്നു. വെയിൽസ് രാജകുമാരന്റെ കയ്യിൽ നിന്നും പട്ടം വളയിൽ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം കുമാരനാശാനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടതും ഈ പറഞ്ഞ വെയിൽസ് രാജകുമാരന്റെ കയ്യിൽ നിന്നും പട്ടം വളയം വാങ്ങിച്ചതാണ് അല്ലെ. ഇനി പ്രധാന കൃതികൾ ഒന്ന് നോക്കി വരാം നമുക്ക്. അതായത് ഉറപ്പായിട്ടും PSC ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് PSC ഇത് എടുക്കും കേട്ടോ. വീണപൂവ്, നളിനി, ലീല, പ്രലോദനം AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് എഴുതിയത്. ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നിവ ഖണ്ഡകാവ്യങ്ങളാണ്. ഇങ്ങനെ ആശാന്റെ അമ്മയുടെ മരണത്തെ തുടർന്ന്, കുമാരനാശാന്റെ അമ്മയുടെ മരണത്തെ തുടർന്ന് ആശാൻ എഴുതിയ കൃതി ഏത് എന്നൊരു ചോദ്യം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ അകത്ത് തന്നെ, നമ്മുടെ യൂട്യൂബിനകത്ത് തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നു? അവിടെ ആ പോസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരവും ഒക്കെ തന്നെ കാണാം കേട്ടോ. ആ ഒരു ചോദ്യം ഒന്ന് നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് വരുന്ന പോസ്റ്റുകളും ഒക്കെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് കൊണ്ടാണ് കേട്ടോ. ശരി, മുന്നോട്ട്. അപ്പൊ ഇവയൊക്കെ തന്നെ ഖണ്ഡകാവ്യങ്ങളാണ്. ഇതൊക്കെ വീണപൂവ്, നളിനി, ലീല, പ്രലോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ നമുക്കറിയാം മലബാർ കലാപം പ്രമേയമാകുന്ന കൃതിയാണ്. ചണ്ഡാല ഭിക്ഷുകി, കരുണ, ഗ്രാമവൃക്ഷത്തിലേക്ക് ഇതിൽ തന്നെ കരുണ കുമാരനാശാന്റെ അവസാനത്തെ ഖണ്ഡകാവ്യമാണ്. ഇനി പുഷ്പവാടി, മണിമാല, വനമാല, സ്തോത്രകൃതികൾ എന്നിങ്ങനെയുള്ള കവിതാ സമാഹാരങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബാലരാമായണം, ശ്രീബുദ്ധചരിതം തുടങ്ങിയ കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സൗന്ദര്യലഹരി എന്ന വിവർത്തനം തയ്യാറാക്കിയിട്ടുണ്ട്. വിചിത്ര വിജയം, അതുപോലെ തന്നെ പ്രബോധന ചന്ദ്രോദയം തുടങ്ങിയ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. വിചിത്ര വിജയം, പ്രബോധന ചന്ദ്രോദയം ഓർത്തു വയ്ക്കുക. വിചിത്ര വിജയം എന്ന നാടകം എഴുതിയതാര്? പ്രീവിയസ് ആണ്. വിചിത്ര വിജയം എന്ന നാടകം എഴുതിയതാര്? പലരും വിചിത്ര വിജയം എഴുതിയത് ഉള്ളൂരിന്റെ പേരാണ് പഠിച്ചു വെക്കുന്നത്. തെറ്റാണ്. ഉള്ളൂരല്ല, കുമാരനാശാനാണ് വിചിത്ര വിജയം എഴുതിയിട്ടുള്ളത്. പ്രബോധന ചന്ദ്രോദയവും ആരുടെ തന്നെയാണ്? കുമാരനാശാന്റെ തന്നെയാണ്. വിചിത്ര വിജയവും പ്രബോധന ചന്ദ്രോദയവും ആരെഴുതി? കുമാരനാശാൻ എഴുതി. എങ്കിൽ OV വിജയനെ കൂടെ ഒന്ന് കണ്ടുവരാം. പൊതുവെ ഞാൻ OV വിജയൻ എപ്പോഴും എന്റെ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു പേരാണ് OV വിജയന്റെ പേര്. OV വിജയൻ. സെറ്റ് അല്ലേ? എന്തായിരുന്നു പേരെന്താ? OV വിജയൻ. ജനനം 1931, മരണം 2005 മലയാള കഥാസാഹിത്യത്തിന് നവീന മുഖം, പുതിയ മുഖം നൽകിയ എഴുത്തുകാരനാണ് അദ്ദേഹം. ഓക്കെ. പാലക്കാട് ജില്ലയിലെ മങ്കരയിലാണ് ജനനം. അദ്ദേഹത്തിന്റെ കൃതികളിലൊക്കെ തന്നെ ഈ ഒരു പാലക്കാട് ടച്ച് നമുക്ക് കാണാം. പാലക്കാടൻ കഥകളും ചിന്തകളും ഒക്കെ അദ്ദേഹത്തിന്റെ കഥകൾ നമുക്ക് ഏറെ കാണാൻ പറ്റുന്നുണ്ട്. കാർട്ടൂണിസ്റ്റ്, ചിന്തകൻ, കോളമിസ്റ്റ് എന്നീ നിലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുള്ള അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ സഞ്ജയൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന കൃതികളാണ് ഖസാക്കിന്റെ ഇതിഹാസം, ഏറ്റവും പ്രധാനമാണ് ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം. ഈ ഗുരുസാഗരത്തിനാണ് വയലാർ അവാർഡ് ലഭിക്കുന്നത്. അവാർഡ് ഓക്കെ അല്ലെ? വയലാർ അവാർഡ് ലഭിക്കുന്നത് ഈ പറയുന്ന ഗുരുസാഗരത്തിനാണ്. മധുരം ഗായതി അദ്ദേഹത്തിന്റെ കൃതിയാണ്. പ്രവാചകന്റെ കൃതി അദ്ദേഹത്തിന്റെ നോവലാണ്. തലമുറകൾ അദ്ദേഹത്തിന്റെ നോവലാണ്. ഏതൊക്കെ നോവലുകളാണ്? ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, ധർമ്മപുരിയിലെ പ്രജാപതിയുടെ ദുർഭരണത്തെ പ്രമേയമാക്കി വന്ന കൃതിയാണ് ധർമ്മപുരാണം. ഗുരുസാഗരം എഴുതി, മധുരം ഗായതി എഴുതി, പ്രവാചകന്റെ വഴി, തലമുറകൾ.
ഇനി ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി അശാന്തി, ബാലബോധിനി, കടൽ തീരത്ത കാറ്റ് പറഞ്ഞ കഥ എന്നീ കഥാസമാഹാരങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓർമ്മയ്ക്കായി, അശാന്തി, ബാലബോധിനി, കടൽ തീരത്ത കാറ്റ് പറഞ്ഞ കഥ, ഇവയൊക്കെ അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ്. ഘോഷയാത്രയിൽ തനിയെ, ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്കായി, ഇതിഹാസത്തിന്റെ ഇതിഹാസം എന്നിങ്ങനെയുള്ള ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇതിഹാസത്തിന്റെ ഇതിഹാസം, ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്കായി, ഘോഷയാത്രയിൽ തനിയെ എന്നീ എന്തും എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഒരു ഭാഗം, അതായത് നമ്മൾ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ഭാഗം, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പാർട്ട് 1 ആണ്. ഞാനിവിടെ വ്യക്തമായിട്ട് ആ ഭാഗത്ത് കാണാം, ഭാഗം 1 ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. ഇനി ഭാഗം 2 ആണ്. ഭാഗം 2 നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മലയാളവും കലയും മിക്സ് ചെയ്താണ് നമ്മുടെ ക്ലാസ് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ഒരു 3 ക്ലാസ് നിങ്ങൾ കലാസാഹിത്യത്തിന്, കലയുമായി ബന്ധപ്പെട്ട ക്ലാസ് കണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത ക്ലാസ് മലയാളത്തിന്റെ ഒരു ഭാഗം ചെയ്തത്. ഈ അടുത്ത് വീണ്ടും നമ്മൾ കലാപുസ്തകത്തിലേക്ക്, കലയുമായി ബന്ധപ്പെട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവയൊക്കെ തന്നെ നമുക്ക് ഒരുമിച്ച് കവർ ചെയ്യാനായിട്ട് പറ്റും. എന്റെ പോയിന്റ് ഇതാണ്, നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് പഠിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക്, ഇപ്പോഴത്തെ കുട്ടികൾ 10ൽ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കും പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, ഈ ടൈം കീപ്പർ എക്സാമിന് ഈ ചോദ്യം ചോദിച്ചു എന്ന് പറയുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ അല്ലെ? അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.